മത്സ്യകൃഷി അത് അക്വാപോണിക്സ് ആണെങ്കിലും ബയോഫ്ലോക്ക് ആയാലും ഇതൊന്നുമല്ലാത്ത മറ്റേതെങ്കിലും കൃഷിരീതിയാണെങ്കിലും വെള്ളത്തിൻ്റെ pH, അമോണിയ എന്നിവ ടെസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനു പുറമെ വെള്ളത്തിലെ നൈട്രേറ്റ് എന്നിവ കൂടി ടെസ്റ്റ് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റ് അമോണിയേക്കാളും മീനുകൾക്ക് ദോഷമാണ്. അതുകൊണ്ട് തന്നെ നൈട്രേറ്റ് എന്നിവ ടെസ്റ്റ് ചെയ്ത് ഇവ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോയിലൂടെ വെള്ളത്തിൻ്റെ നൈട്രേറ്റ് എന്നിവ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും ഇവ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും നോക്കാം. ഏവർക്കും മൊനിക്സ് അക്വാ ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിൽ മത്സ്യക്കുളത്തിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നിലനിർത്തുക എന്നതാണ് ഓരോ മത്സ്യകർഷകർക്കുമുള്ള വെല്ലുവിളി എന്നത്. മത്സ്യക്കുളത്തിൽ അമോണിയ നീക്കം ചെയ്ത് വെള്ളം മീനുകൾക്ക് വസിക്കാൻ അനുയോജ്യമായ രീതിയിൽ എന്നും നിലനിർത്താൻ വേണ്ടിയാണ് ബയോഫ്ലോക്ക്, അക്വാപോണിക്സ് മുതലായ മത്സ്യകൃഷി രീതികൾ ഫോളോ ചെയ്യുന്നത്. അക്വാപോണിക്സ് എന്നത് ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരുമിച്ച് ജീവിക്കുന്ന വ്യത്യസ്ത ജീവികളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയിൽ മത്സ്യങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, കൂടാതെ ബാക്ടീരിയ പോലുള്ള ചില സൂക്ഷ്മ ജീവികളുമുണ്ട്. അതുപോലെ തന്നെയാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയും. മീനുകളുടെ വേസ്റ്റ് റിമൂവ് ചെയ്ത് വെള്ളം നല്ല രീതിയിൽ നിലനിർത്താൻ വെള്ളത്തിൽ തന്നെ ഹൈഡ്രോട്രോപിക് ബാക്ടീരിയകളെ വളർത്തിയെടുക്കുന്നു. ഈ ഒരു ലൈഫ് സൈക്കിൾ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ അക്വാപോണിക്സ് മത്സ്യകൃഷിയായാലും ബയോഫ്ലോക്ക് മത്സ്യകൃഷിയായാലും പരിപാലിച്ചു പോകാൻ സാധിക്കൂ. ഇതിനെയാണ് നൈട്രജൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ലൈഫ് സൈക്കിൾ അഥവാ നൈട്രജൻ സൈക്കിളിനെ കുറിച്ച് മുമ്പത്തെ ഒരു വീഡിയോയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ട ശേഷം മാത്രം ഈ വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. വീഡിയോ കാണാത്തവർക്കായി മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തും അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തും വീഡിയോ മുഴുവനായും കാണാവുന്നതാണ്. മീനുകൾക്ക് ഭക്ഷണം നൽകുമ്പോൾ മത്സ്യം അവയുടെ ഊർജത്തിനും വളർച്ചയ്ക്കും അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന നല്ലൊരു ഭാഗം വേസ്റ്റായി പുറന്തള്ളുന്നു. ഇത് കുളത്തിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞു കൂടുകയും അതോടൊപ്പം വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു. ഇതാണ് അമോണിയായി രൂപപ്പെടുന്നത്. ഈ അമോണിയയെ നൈട്രോസോമോണസ് ബാക്ടീരിയകൾ വിഘടിപ്പിച്ച് വെള്ളത്തിൽ നൈട്രേറ്റ് രൂപപ്പെടുന്നു. ഈ നൈട്രേറ്റ് ആവട്ടെ മത്സ്യങ്ങൾക്ക് അമോണിയേക്കാളും ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ നൈട്രേറ്റിൻ്റെ അളവ് യാതൊരു കാരണവശാലും 0.5 ppm മുകളിൽ പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് നൈട്രേറ്റും. നൈട്രേറ്റിൻ്റെ അത്ര തന്നെ സെൻസിറ്റീവ് അല്ല എങ്കിലും 100 ppm മുകളിൽ പോകാതെ നോക്കണം. വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റിൻ്റെയും അളവ് കൃത്യമായി മനസ്സിലാക്കാൻ ടെസ്റ്റ് കിറ്റ് ആവശ്യമാണ്. ഇന്ന് വിവിധ കമ്പനികളുടെ ടെസ്റ്റ് കിറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. API, യൂണിവേഴ്സൽ നൈസ് എന്നിവ അതിൽ പ്രധാനപ്പെട്ട ചിലതാണ്. ഞങ്ങൾ ഫാമിൽ നൈസ് എന്ന കമ്പനിയുടെ ടെസ്റ്റ് കിറ്റാണ് ഉപയോഗിച്ചു വരുന്നത്. API ടെസ്റ്റ് കിറ്റാണ് കൂടുതൽ പേരും ഫാമുകളിൽ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ നൈസ് ടെസ്റ്റ് കിറ്റിന് APIനെ അപേക്ഷിച്ച് വിലയിൽ നല്ല കുറവുണ്ട്. അതുപോലെ നമ്പർ ഓഫ് ടെസ്റ്റും കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിൽ നൈസ് ടെസ്റ്റ് കിറ്റ് വാങ്ങിയത്. നൈസ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് വെള്ളത്തിലെ നൈട്രേറ്റ് എന്നിവ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. നൈട്രേറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml മത്സ്യക്കുളത്തിലെ വെള്ളം എടുക്കുക. അതിനുശേഷം നൈട്രേറ്റ് റിയേജന്റ് NI1 എന്ന ബോട്ടിലിൽ നിന്നും 3 ഡ്രോപ്സ് 5 ml വെള്ളത്തിലേക്ക് ഉറ്റിക്കുക. അതിനുശേഷം ചെറുതായൊന്ന് മിക്സ് ചെയ്ത ശേഷം 1 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യണം. 1 മിനിറ്റായി. ഇനി നമുക്ക് ഈ കാണുന്ന കളർ ചാർട്ടുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഈ ഒരു ടെസ്റ്റ് കിറ്റിൽ നൈട്രേറ്റ്, അമോണിയ എന്നിവ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ലിക്വിഡുകൾ ഉണ്ട്. ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്നും വളരെ വ്യക്തമായി കളർ ചാർട്ടിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ നൈട്രേറ്റ് 0.5 ppm ആണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. വീഡിയോയിലൂടെ കാണുമ്പോൾ കളർ ഇത്തിരി സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്, എന്നാൽ ശരിക്കും 0.5 ppm ആണ്. അടുത്തതായി നൈട്രേറ്റ് ടെസ്റ്റ്.
നൈട്രേറ്റ് വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ നൈസ് കിറ്റിൽ 2 ബോട്ടിലുകൾ ഉണ്ട്. നൈട്രേറ്റ് റിയേജന്റ് Na1 അതുപോലെ നൈട്രേറ്റ് റിയേജന്റ് Na2. ആദ്യം നൈട്രേറ്റ് വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുളത്തിൽ നിന്നും 10 ml വെള്ളം ഈ കാണുന്ന ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. ഈ വലിയ ടെസ്റ്റ് ട്യൂബിൽ വെള്ളത്തിന്റെ അളവ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിൽ 5 ml വീതം 2 പ്രാവശ്യം എടുത്ത് ഇതിൽ ഒഴിച്ചത്. അതിനുശേഷം നൈട്രേറ്റ് റിയേജന്റ് Na1 എന്ന ബോട്ടിൽ നിന്നും ഒരു പിഞ്ച് പൊടി 10 ml വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ശേഷം 5 മിനിറ്റ് ഊറാൻ വേണ്ടി വെക്കുക. ശേഷം ഇതിൽ നിന്നും 5 ml വെള്ളം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് 3 ഡ്രോപ്സ് നൈട്രേറ്റ് റിയേജന്റ് Na2 സൊല്യൂഷൻ ഒറ്റിച്ച് മിക്സ് ചെയ്യുക. അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നൈട്രേറ്റ് കളർ ചാർട്ടുമായി മാച്ച് ചെയ്ത് നോക്കാം. ഈ കുളത്തിലെ വെള്ളത്തിന്റെ നൈട്രേറ്റ് എന്നത് 50 ppm ആണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ നൈട്രേറ്റ് ആൻഡ് നൈട്രേറ്റ് ടെസ്റ്റ്. ഇത് ഓരോ കമ്പനിയുടെയും ടെസ്റ്റ് കിറ്റിന് കൂടെ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മാത്രം മതി. നൈട്രേറ്റ് വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കർഷകരും കൈകാര്യം ചെയ്യാൻ. ഒരു അക്വാപോണിക്സ് യൂണിറ്റിലാണെങ്കിൽ ബയോ ഫിൽട്ടർ, ഗ്രോബഡ് എന്നിവ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നൈട്രേറ്റ് എന്നിവ നിയന്ത്രിക്കാം. ഇനി ഒരു ബയോഫ്ലോഗ് യൂണിറ്റിലാണെങ്കിലും പാരാമീറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. മത്സ്യകൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.